ശരണം അമ്മേ ആദ്യന്തരഹിതേ ദേവി ആദിശക്തി മഹേശ്വരി യോഗജ്ഞേ യോഗസംഭൂതേ മഹാലക്ഷ്മീ നമോസ്തുതേ മഹാദേവ്യൈ നമഃ മഹാലക്ഷ്മീ നമഃ മഹാസരസ്വത്യൈ നമഃ ആദിപരാശക്തി മാതാ കീ ജയ്. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പ്രഭാഷണ വേദിയിലേക്ക് സുസ്വാഗതം. നവമസ്കന്ധം 40-ാമത്തെ അധ്യായം അവലോകനം ചെയ്തു കൊണ്ടുവരുന്നു. വിഷ്ണുവിനാൽ നൽകപ്പെട്ട പാരിജാത പുഷ്പത്തെ ദുർവാസാവ് ഇന്ദ്രന് സമ്മാനിച്ചതും ആ പുഷ്പത്തിന്റെ സ്പർശത്താൽ ഐരാവതം തേജസ്, പ്രായം മുതലായവ കൊണ്ട് വിഷ്ണുവിന് തുല്യമായി തീർന്നു. ഇന്ദ്രനെ ഉപേക്ഷിച്ച കാട്ടിലേക്ക് പോയി. ഐരാവതത്തെ തടയാൻ ഇന്ദ്രന് കഴിഞ്ഞില്ല. അങ്ങനെ താൻ സമർപ്പിച്ച പുഷ്പം ഇന്ദ്രൻ ദുരുപയോഗപ്പെടുത്തി എന്നുള്ള കാരണം കൊണ്ട് ക്രുദ്ധനായി തീർന്ന ദുർവാസാവ് ഇന്ദ്രനെ ശപിച്ചു എന്ന് പറഞ്ഞ ഭാഗങ്ങളെ പറഞ്ഞാണ് നിർത്തിയത്. ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലെ കഥയും ഇവിടെ പറഞ്ഞതുമായിട്ട് വ്യത്യാസങ്ങളുണ്ട്. അത് ഞാൻ മുമ്പ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പല കഥകളും പല പുരാണങ്ങളിലും ഉണ്ട് എന്നുണ്ടെങ്കിലും ഒരേ കഥകളെ തന്നെ വിഭിന്നങ്ങളായിട്ട്, ചില കഥകളൊക്കെ വളരെ കുറച്ച്, ചില കഥകളൊക്കെ വളരെ അധികം ഭേദഗതികളോടുകൂടിയാണ് ഈ പുരാണങ്ങളിലൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഏത് പുരാണം നമ്മൾ കേൾക്കുന്നുവോ വായിക്കുന്നുവോ പഠിക്കുന്നുവോ ആ പുരാണത്തിൽ എന്താണോ പറയുന്നത് അതനുസരിച്ച് നമുക്ക് കഥകൾ മുന്നോട്ട് കൊണ്ടുപോകണം. കോപിച്ച ദുർവാസാവ് പറയാണ്, ഐശ്വര്യത്തിൽ അഹങ്കരിക്കുന്ന നീയെ എന്നെ അപമാനിച്ചു. ഞാൻ നൽകിയ പാരിജാത പുഷ്പം നീ ആനയുടെ മസ്തകത്തിലാണ് വെച്ചത്. വിഷ്ണുവിന് നിവേദിച്ച നൈവേദ്യം അത് ഒരു ഫലമായാലും ജലമായാലും എന്തായാലും അതിനെ കിട്ടിയാൽ ഉടൻ തന്നെ സ്വയം സ്വീകരിച്ചുകൊള്ളണം. അതുപേക്ഷിച്ചാൽ ബ്രഹ്മഹത്യ ചെയ്ത ഫലമാണ് ഉണ്ടാവുക. നീ ഇപ്പോൾ അത് അനുഭവിക്കാതെ കണ്ട ഐരാവതത്തിന്റെ മസ്തകത്തിൽ വെച്ച് അതിനെ അപമാനിച്ചത് കാരണം കൊണ്ട്, എന്തിനെ, വിഷ്ണു പ്രസാദത്തിനെ അപമാനിച്ചതിന്റെ കാരണം കൊണ്ട് നീ ഐശ്വര്യഭ്രഷ്ടനും ബുദ്ധികെട്ടവനും പുരഭ്രഷ്ടൻ, അതായത് ഇന്ദ്രന്റെ പുരം അമരാവതി സ്വർഗമാണല്ലോ, ആ പുരഭ്രഷ്ടനും ആയിത്തീരും. ഭാഗ്യത്താൽ ലഭിച്ച ശുഭമായ വിഷ്ണു നൈവേദ്യം ഉപേക്ഷിക്കുന്നവൻ, വിഷ്ണു നൈവേദ്യം കിട്ടിയ ക്ഷണം തന്നെ ഭക്ഷിക്കുന്ന ഭക്തൻ 100 പൂർവജന്മരെ ഉദ്ധരിക്കുകയും സ്വയം ജീവൻ മുക്തരായിത്തീരുകയും ചെയ്യും. നിവേദ്യം ഭക്ഷിച്ചിട്ട് വിഷ്ണുവിനെ നിരന്തരം പ്രണമിക്കുകയും പൂജിക്കുകയും ഭക്തിപൂർവം സ്തുതിക്കുകയും ചെയ്യുന്നവന് വിഷ്ണുതുല്യനായിത്തീരും. അങ്ങനെയുള്ള ശ്രേഷ്ഠതകളാണ് വിഷ്ണു നൈവേദ്യത്തിന് ഉള്ളത്. പക്ഷെ മൂഢനായിട്ടുള്ള നീയ് അതല്ല ചെയ്തത്. അതുകൊണ്ട് മൂഢനായിത്തീരും. എന്ന് പറഞ്ഞ് എല്ലാ സ്വത്തുക്കളും സമ്പത്തുകളും നശിക്കും. ഇന്ദ്രലോകം നിനക്ക് നശിച്ചു പോകും എന്നെല്ലാം ശപിച്ചു. ഭഗവാനെ നിവേദിക്കാത്ത അന്നം ഭക്ഷിക്കുന്നത് വൃഥ, മാംസഭക്ഷണത്തിന് തുല്യമാണ് എന്നൊക്കെയാണ് ഇവിടെ പറയണത്. അതേമാതിരി ഭഗവാന്റെ നിവേദ്യത്തിനുള്ള വിശേഷങ്ങളെയൊക്കെ ഇവിടെ
കുറച്ച് ശ്ലോകങ്ങളിലായിക്കൊണ്ട് ദുർവാസാവ് പറയുന്നതായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ശിവലിംഗത്തിന് നിവേദിച്ചതായിട്ടുള്ള അന്നവും ശൂദ്ര യാജിയായിട്ടുള്ള ദ്വിജൻ നൽകുന്ന അന്നവും ദേവലന്റെ അന്നവും കന്യ വിക്രിയനായിട്ട് നൽകുന്നതായിട്ടുള്ള അന്നവും ഉച്ഛിഷ്ട അന്നവും ദുഷിച്ച അന്നവും ഒരാൾ ഭക്ഷിച്ചതിന് ശേഷം ഭക്ഷിക്കുന്നതായിട്ടുള്ള അന്നവും ഇതെല്ലാം വർജ്യമാണ്. ഭഗവത് നിവേദ്യമായിട്ട് വേണം അന്നാദി പ്രസാദങ്ങളെയെല്ലാം കഴിക്കാൻ എന്നൊക്കെ അവിടെ ദീർഘത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ടുണ്ടാകുന്നതായിട്ടുള്ള ദോഷങ്ങൾ, പാപങ്ങൾ, ആ പാപങ്ങൾ കൂടി എന്തൊക്കെയാണ് നമുക്ക് അനുഭവിക്കേണ്ടി വരിക എന്നുള്ളതിനെയെല്ലാം കുറച്ച് ശ്ലോകങ്ങളിലൂടെ അവിടെ ദീർഘിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. ആ ഭാഗങ്ങളെയൊന്നും ഞാൻ വിസ്തരിച്ച് പറയുന്നില്ല. അത് ആ ഭഗവത് നിവേദ്യത്തിന്റെ വിശേഷത്തിനെ എടുത്തു കാണിക്കാനായിട്ട് പറയുന്നതാണ്. അല്ലെങ്കിലും പറയാറുണ്ട്, ഗൃഹത്തിൽ വെച്ച ഭക്ഷണം ആണ് കഴിക്കേണ്ടത് എന്ന്. ഗൃഹത്തിൽ ഉണ്ടാക്കാതെ പുറമേയുള്ള ഭക്ഷണം വിഷത്തിന് തുല്യമാണ് എന്ന് പറയുന്നു. ഇന്നല്ല അന്നേ പറഞ്ഞിരിക്കുന്നതാണ്. അത് നമുക്കിപ്പോഴും അറിയാൻ കഴിയുന്നുണ്ട്. പല സ്ഥലത്തും പല ഭക്ഷണങ്ങളും കഴിച്ച് രോഗങ്ങളും വ്യാധികളും കൂടി വരുന്നതിനുള്ള ഒന്നാമത്തെ കാരണം അതാണ്. എപ്രകാരം ഭക്ഷണങ്ങൾ ഉണ്ടാക്കണു, എന്തൊക്കെ ചെയ്യുന്നു, അതിൽ എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കുന്നത് ഒന്നും അറിയണില്ല. നമ്മളിപ്പോൾ പലതും കാണുന്നുണ്ടല്ലോ, ഹോട്ടലുകളിലൊക്കെ നമ്മൾ ഭക്ഷണം അധികം കഴിക്കാതിരിക്കാൻ അതിൽ പലതും കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ വയറ് നിറയും. ഗ്യാസ് മുതലായിട്ടുള്ള ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവാം. അതൊക്കെ കൊണ്ടാണ് പണ്ടുകാലത്ത് പുറമേ നിന്നുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞിരുന്നത്. കഴിച്ചിരുന്നില്ല എന്നധികം. അതുകൊണ്ട് ഹോട്ടൽ മുതലായവയൊക്കെ വളരെ 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 കുറവായിരുന്നു. തീരെ നിവൃത്തിയില്ലാതെ കണ്ടിരിക്കുന്നവരൊക്കെ ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ. ഇന്നിപ്പോൾ അതൊക്കെ സർവ്വസാധാരണമായി എന്ന് വയ്ക്കുക. അപ്പോൾ വീട്ടിൽ പുറമേയുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത്. വീട്ടിൽ പാകം ചെയ്ത അന്നം ശുദ്ധമായിട്ട് പാകം ചെയ്ത സാത്വികമായിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്. അതിനെയാണ് ഭക്ഷണം എന്ന് പറയണത്. ആ ഭക്ഷണത്തിനെ തന്നെ ഭഗവാന് സമർപ്പിച്ച് നിവേദ്യമായിട്ട് കഴിക്കുന്ന സമയത്ത് അത് ഭഗവാന്റെ നിവേദ്യമായി തീർന്നു. ഭഗവാന് സമർപ്പിച്ച് നമ്മൾ ഭക്ഷിക്കുന്നത് ഭഗവാന്റെ നിവേദ്യമായി തീരും. അത് അതിലും ശ്രേഷ്ഠമാണ്. ആ നിവേദ്യത്തെ സജ്ജനങ്ങൾക്ക് 10 പേർക്ക്, 5 പേർക്ക്, 2 പേർക്ക് നമ്മളാൽ ശക്തി പ്രകാരം ആർക്കെങ്കിലും കൊടുത്ത്, പശുപക്ഷി മൃഗാദികളായിട്ടുള്ളവയ്ക്കെല്ലാം കൊടുത്ത് നമ്മൾ ഭക്ഷിക്കുന്ന സമയത്ത് ആ നിവേദ്യം, പ്രസാദം, അത് മഹാപ്രസാദമായി തീരുന്നു. അപ്പോൾ വീട്ടിൽ വെച്ച ഭക്ഷണം, വീട്ടിൽ വെച്ച് പാകം ചെയ്യുന്നത് ഭക്ഷണം, അത് ഭഗവാന് നിവേദ്യമായിട്ട് സമർപ്പിച്ച് നമ്മൾ കഴിക്കുന്നത് പ്രസാദം. ആ പ്രസാദത്തെ മറ്റ് ജീവനുമായിട്ട്, ജീവികളുമായിട്ട് പങ്കുചേർത്ത്, അത് മനുഷ്യനായാലും ശരി പശുപക്ഷി മൃഗാദികളായാലും ശരി പങ്കുവെച്ച് നമ്മൾ കഴിക്കുമ്പോൾ അത് മഹാപ്രസാദമായി തീരണു. അതിൻ്റെ ഫലവും നമുക്കുണ്ടാവണു എന്നൊക്കെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ബാക്കി ഭാഗങ്ങളെ, നമുക്ക് കഥാഭാഗങ്ങളെ നാളെ തുടർന്ന് കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.